നമസ്കാരം. JB കോശി റിപ്പോർട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാക്കിൻ തുമ്പിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വരികയാണ്. വർഷങ്ങളോളമായി അട്ടത്ത് വെച്ചതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനത്തിൽ കാഷ്വലായിട്ട് പോലും അങ്ങനെ ഒരു വാക്ക് എവിടെയും ഉച്ചരിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഗവൺമെന്റിനെതിരായി വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഭരണവിരുദ്ധമായ ജനവികാരത്തിന്റെ ഈ വലിയ വേലിയേറ്റത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒരു വാക്ക് പ്രയോഗിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ JB കോശി റിപ്പോർട്ട് ഞങ്ങൾ മുഴുവൻ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. പ്രസിദ്ധീകരിച്ചിട്ടില്ല, സഭയിൽ വെച്ചിട്ടില്ല, ആർക്കും പ്രസിദ്ധീകരണത്തിന് കൊടുത്തിട്ടില്ല ഇതുവരെ. അതിനകത്ത് നിർദ്ദേശങ്ങൾ എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിൽ മഹാഭൂരിപക്ഷം നിർദ്ദേശങ്ങൾ ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായിട്ട്. പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പറ്റിക്കാൻ അത് ഉപകരിക്കും എന്നൊരു ധാരണ കൊണ്ടാണത്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എക്കാലത്തും കേരളത്തിലെ UDFന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. രണ്ട്, സമീപകാലത്തെ പ്രവണത വലിയ തോതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നുണ്ട്. ഈ രണ്ട് ആശങ്കകൾ മറികടക്കാൻ വേണ്ടി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഒരു തട്ടിപ്പിലൂടെ സ്വന്തമാക്കാനുള്ള ഒരു വിദ്യയായിട്ടാണ് JB കോശി എന്ന മന്ത്രം പിണറായി വിജയൻ പ്രയോഗിച്ചത്. പക്ഷേ മറ്റാരും തിരിച്ചറിയുന്നതിന് മുമ്പേ ഈ അപകടം സഭ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ദീപിക മുഖപ്രസംഗം കാണിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട CR നീലകണ്ഠൻ സാർ നമ്മുടെ കൂടെയുണ്ട്, രാമേന്ദ്രൻ സാറും ഉണ്ട്. തുടങ്ങാം നമുക്ക് ചർച്ച. JB കോശി റിപ്പോർട്ട് വന്നിട്ട് 5 കൊല്ലത്തിൽ കൂടുതലായി. 5 കൊല്ലം മുമ്പ് JB കോശി, ഇന്നലെ തന്നെ JB കോശിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ റിപ്പോർട്ട് കൊടുത്തു, 243 ശുപാർശകൾ, 585 ശുപാർശകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. അങ്ങനെയാണ് ഏത് കമ്മീഷൻ റിപ്പോർട്ടോ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഇപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഒരു സെക്ഷൻ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് സൂക്ഷിക്കാനുള്ള സ്ഥലമാണല്ലോ. അത്രയധികം റിപ്പോർട്ടിന്റെ ഏതെങ്കിലും കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ നടപ്പാക്കിയോ നമുക്കറിയില്ല. സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. പെട്ടെന്ന് നേരത്തെ AP പറഞ്ഞ പോലെ പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ നടപ്പാക്കി, ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി, ഭൂരിഭാഗവും നടപ്പാക്കി എന്ന് അദ്ദേഹം പറയുമ്പോൾ ആദ്യം ഞെട്ടേണ്ടത് കേരളത്തിലെ നിയമസഭയാണ്. സത്യം. നിയമസഭയ്ക്ക് മെമ്പർമാർക്ക് അറിയില്ല എന്താ ഈ കോശി റിപ്പോർട്ട്. ക്യാബിനറ്റ് ചർച്ച ചെയ്തുകൊണ്ട് നമുക്കറിയില്ല, കാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കേരള നിയമസഭയിൽ പോലും വയ്ക്കാത്ത ഒരു റിപ്പോർട്ട്, ചർച്ച ചെയ്യാത്ത ഒരു റിപ്പോർട്ട് ബഹുഭൂരിഭാഗവും ഞാൻ നടപ്പാക്കി എന്ന് പറഞ്ഞാൽ നിയമസഭയോടുള്ളൊരു അവഹേളനമാണ്. നിയമസഭയിലെങ്കിലും വെക്കേണ്ടേ, ബാക്കി എവിടെ പോട്ടെ. അങ്ങനെ ഒരു റിപ്പോർട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു ജനാധിപത്യ വിരുദ്ധത. ഇപ്പം 4 വോട്ട് കിട്ടാൻ ഞങ്ങൾ ആവശ്യമില്ലാത്ത ജയിലിൽ 4 വോട്ട് കിട്ടാൻ എന്തും ചെയ്യും എന്ന അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തി. എന്തും പറയും. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ക്രിസ്തീയ മേഖലകളിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. മാണി കോൺഗ്രസ് ഉണ്ടായിട്ടും പാല പോലും പോയി. മാണി കേരള കോൺഗ്രസ് കൂടെ ഉണ്ടായിട്ടും പാല പോയി. പിന്നെ എന്ത് പോയിട്ടും കാര്യമില്ല, പാല നഗരസഭയില്ല. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ക്രിസ്തീയ മതവിഭാഗങ്ങളിൽ ഈ ഗവൺമെന്റിനെതിരായ വികാരമുണ്ട് എന്നത് സത്യം തന്നെയാണ്. അവരത് എല്ലാ ജനവിഭാഗങ്ങളിലും ഉണ്ട്. ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, ഇവരിൽ പ്രകടമാണ്. അതൊന്നും മറികടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യല്ലേ, ചുരുങ്ങിയ നിയമസഭയിലെങ്കിലും കൊടുക്കുക. നിയമസഭ കൊടുത്ത പബ്ലിക് ഡോക്യുമെൻ്റ് നിയമസഭയിൽ വെക്കുകയല്ലേ. നിയമസഭയിൽ വെക്കാതെ MLA-മാരറിയാതെ, നാട്ടുകാരറിയാതെ, മാധ്യമങ്ങളറിയാതെ ഏതൊക്കെ ശുപാർശ നടപ്പാക്കി എന്നെങ്കിലും പറയണ്ടേ. 285-ൽ ഞങ്ങൾ 140 ശുപാർശ നടപ്പാക്കി. അപ്പോൾ 50% ആയാലോ. 50% ഞങ്ങൾ ഇനി അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ നടപ്പാക്കും. അപ്പോൾ അതിലവർ ചോദിച്ച പ്രധാന ചോദ്യം, അതിൽ ദീപിക മുഖപ്രസംഗം ഞാൻ വായിച്ചു. വളരെ ഷാർപ്പായ മുഖപ്രസംഗമാണ്. ഷാർപ്പെന്ന് മാത്രമല്ല, അവർ പറഞ്ഞ ഒരു കാര്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പാക്കി എന്ന് പറയുന്നത് പോലൊരു തട്ടിപ്പന്നല്ലേ ഇത്, അതിദാരിദ്ര്യമില്ലാതാക്കി എന്ന് പറയുന്ന പോലൊരു തട്ടിപ്പല്ലേ ഇത് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ അടിയാണ്. നിങ്ങൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നും നുണയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ പ്രഖ്യാപനവും എന്ന് പറഞ്ഞപ്പോൾ JB കോശി റിപ്പോർട്ടിൽ പ്രധാനമായി ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളും കണ്ടിട്ടില്ല, നമ്മൾ പത്രങ്ങളിൽ നിന്ന് വരുള്ളൂ, ഈ വിദ്യാഭ്യാസത്തിലും തൊഴിൽ സംവരണത്തിലും കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ ക്രിസ്തീയ സമുദായത്തിന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ വലിയ വിവാദം വന്നത് ഈ വികലാംഗരായുള്ള ആളുകൾക്ക്, അംഗവൈകല്യം നേരിടുന്ന ആളുകളുടെ സംവരണം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ NSSന് കിട്ടി, എന്നാൽ അത് ഇവർക്ക് കിട്ടിയില്ല. ഇപ്പോൾ IPL പോകാന്ന് പറഞ്ഞത്. ഇതൊക്കെ ഈ പരാക്രമത്തിലാണ് ഇതൊക്കെ ചെയ്യണേ. ആകെ അങ്ങ് വിരൽ പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ അതുപോലും ചെയ്യാത്ത സർക്കാർ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവർക്ക് എന്തോ ഗുണം ചെയ്തു എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പബ്ലിഷ് ചെയ്യണം. 2,
ഇപ്പോൾ ഇവരുടെ മാനിഫെസ്റ്റോയിൽ 475 ഐറ്റമുണ്ട്, ഞങ്ങൾ 975 ഐറ്റമുണ്ട്, 973 നടപ്പാക്കി എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിപ്പോൾ എല്ലാവരും പറയും ആ പ്രഖ്യാപനം പോലെ ഇന്ന 1 2 3 4 5 എന്നിട്ടൊന്ന് പബ്ലിഷ് ചെയ്യണ്ടേ. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണത്, കേരള ഗവൺമെൻറ് പത്രസമ്മേളനം. അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി മിണ്ടിയിട്ടില്ല. 5 വർഷം ഈ റിപ്പോർട്ട് കിട്ടി പൂത്തിവെച്ച് പറയാതിരുന്നാൽ ഉടനെ വന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യമൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് ദീപിക അത് തുറന്നു പറഞ്ഞത്, ഞങ്ങളെ മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്, ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അടിയന്തരമായി കേരളം ചർച്ച ചെയ്യേണ്ടത് എന്തായിരുന്നു JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, എന്താണ് നടപ്പാക്കിയത്, എന്താ നടപ്പാക്കാത്തത്, ഏത് നടപടിയെടുത്തു, ഏതെല്ലാം വകുപ്പുകൾ. അദ്ദേഹം പറഞ്ഞ റവന്യൂ, മറ്റേ വിദ്യാഭ്യാസം, ഞങ്ങൾ വകുപ്പുകളൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. പല വകുപ്പുകളുണ്ടാവും. കാരണം ഭൂമിയുടെ വിഷയം ഉണ്ടാവും, ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം ഉണ്ടാവും, സംവരണത്തിൻ്റെ വിഷയം ഉണ്ടാവും, മറ്റ് പല വിഷയങ്ങളുണ്ടാവും, ആരാധനാലയങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യത്തിൽ ഏത് വകുപ്പ് എന്ത് തീരുമാനം എടുത്തു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ഇന്ന ഉത്തരവ് ഇതിൻ്റെ ഭാഗമാണ്, ഇന്ന ഉത്തരവ് ഇതിൻ്റെ ഭാഗമാണ്. അതുപോലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിയമസഭയുടെ അവകാശ ലംഘനമാണ്. സർക്കാർ അവകാശപ്പെടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 285 ശുപാർശകൾ JB കോശി അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ 220 ശുപാർശകളോളം ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് CPM അവകാശപ്പെടുന്നു എന്നാണ്. ഈ 220 അവകാശവാദത്തിൽ ഈ ക്ഷേമകാര്യങ്ങൾ ഉണ്ടല്ലോ, കന്യാസ്ത്രീമാർക്ക് ഈ വൈദ്യുതി ചാർജ്, ഇലക്ട്രിസിറ്റി, ഈ വെള്ളക്കരം, ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ശുപാർശകൾ ഒന്നും അതിൻ്റെ അകത്ത് തൊട്ടിട്ടില്ല എന്നാണ്. ഇത് സർക്കാർ പറഞ്ഞതല്ല മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ ക്രൈസ്തവർക്കറിയില്ല. ക്രൈസ്തവർക്ക് എന്തൊക്കെ നടപ്പാക്കി എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയും ക്രൈസ്തവ സമൂഹത്തിലില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രിഫിൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ശുപാർശകൾ എന്ന് പറയുന്നത് ഒന്നും ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം തുടങ്ങിയ സംവരണം ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട. ഇതിപ്പോ മുമ്പ് ആ കോഴിക്കോട്ടെ KT കുഞ്ഞിക്കണ്ണൻ എഴുതിയോ മറ്റോ ഞാൻ വായിച്ചിട്ടുണ്ട്. പണ്ട് നാദാപുരത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് CH കണാരനും ബാഫയ്ക്ക് തങ്ങളും കൂടി സംസാരിച്ചിട്ട്, നിങ്ങൾ PSCയിൽ ഞങ്ങൾക്ക് ഇത്ര സംവരണം തരികയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് കേരളത്തിൽ മുസ്ലിം സംവരണം വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എന്നാൽ പിന്നെ ഒരു സഭയുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളിത് JB കോശി റിപ്പോർട്ടിൽ ഈ കാര്യം നടപ്പാക്കാൻ നിങ്ങൾ വോട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് അരമനയിലൊക്കെ കയറായിരുന്നല്ലോ. ഇതിപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാതെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് മദൂറോ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ JB കോശിയിലേക്ക് കയറി. അപ്പോൾ ഉടനെ അവർക്ക് നൊന്തു, ക്രൈസ്തവർക്ക്, കുറഞ്ഞ പക്ഷം കത്തോലിക്ക സഭയ്ക്കെങ്കിലും നൊന്തു. അതാണ് ദീപിക മുഖപ്രസംഗം എഴുതി ക്രിസ്ത്യാനികൾ പോഴന്മാരാണെന്ന് പിണറായി ധരിക്കണ്ട എന്നാണ് മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ JB കോശി ഈ ബാലൻ ഈ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ട് ഭയങ്കര പുകിലായ പോലെയാണ് ഇപ്പോൾ പിണറായി വിജയൻ JB കോശി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഗതി എടുത്തണിഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഇടതുപക്ഷം ഒരു ജാഥ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, വടക്ക് നിന്ന് തെക്കോട്ട്. അപ്പോൾ അത് 3 മേഖലാ ജാഥകൾ. അത് വടക്ക് ഗോവിന്ദ മാഷ് നയിക്കും, മധ്യമേഖല ബിനോയ് വിശ്വം നയിക്കും, തെക്കൻ മേഖല നയിക്കുന്നത് ജോസ് കെ മാണിയാണ്. അപ്പൊ ജോസ് കെ മാണി ഈ കമ്മിറ്റിയിൽ ചോദിച്ചു അത്ര, ഒരു ഓൺലൈൻ ചാനലിൽ ഞാൻ കണ്ടതാണ്. ജോസ് കെ മാണി ഈ കമ്മിറ്റി ചോദിച്ചു പോട്ടെ, ഞാൻ എന്ത് കുന്തം പറയും ജനങ്ങളോട് എന്ന്. അപ്പൊ കൊടുക്കാൻ, അത് പറയാനൊരു വിഷയം ഉണ്ടാക്കി കൊടുത്തത് കൂടിയാണ് അത്ര. ആരോ AIS ബുദ്ധിയായിരിക്കാം. എന്തായാലും അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയിൽ JB കോശി എന്ന മന്ത്രം കൊണ്ട് പിണറായി വിജയൻ രക്ഷപ്പെടുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ ചർച്ച് ബിൽ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? ചർച്ച് ബില്ലൊന്നും മിണ്ടില്ല. ചർച്ച് ബില്ല് ഇവരാരും മിണ്ടില്ല, പരിക്കേൽക്കുന്നൊന്നും മിണ്ടില്ല. അല്ല, ഇനിയിപ്പോ ഈ തെക്കൻ മേഖലാ ജാഥയിൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ല വരെ ഇത് വലിയ വിഷയമല്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ JB കോശി അത്ര വലിയ ഇഷ്യൂ അല്ല. വേണമെങ്കിൽ തീരദേശത്ത് മാത്രമേ കുറച്ചുണ്ടാവുള്ളൂ. പക്ഷെ പത്തനംതിട്ട കയറി കഴിഞ്ഞാൽ ഈ ദക്ഷിണ മേഖലയിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, 3 ജില്ല, എറണാകുളം പിന്നെ ലാസ്റ്റ്. അപ്പോൾ ഈ 3 ജില്ലകളിൽ ഈ ജാഥ പറയുമ്പോൾ ഇയാൾ എന്താ പറയാൻ പോണേ? അത് ശരിയാണ്. JB കോശിയുടെ 1 2 3 4 5 ഇന്ന് നടപ്പാക്കി നീയൊക്കെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. മാത്രമല്ല, ഞാൻ കാണുന്നത് ഈ
ജാഥ നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമല തന്നെയാണ്. പ്രത്യേകിച്ചും തെക്കൻ മേഖലയിൽ. തെക്കൻ മേഖലയിൽ ശബരിമല വലിയ വിഷയമായി വരും. അവിടെ കോശി മന്ത്രം കൊണ്ടു ജോസ് കെ മാണിയെ കൊണ്ട് നിർത്തുന്നത് ഇത്തരം ചോദ്യം അയാളോട് ചോദിക്കാതിരിക്കാനാണ്. ഗോവിന്ദ മാഷോ ബിനോയ് വിശ്വോ നിന്നാൽ ചോദ്യം വരും. ജോസ് കെ മാണിയോട് ഇപ്പൊ ശബരിമല എന്ത് ചോദിക്കാനാ? ജോസ് കെ മാണിയോട് ഇപ്പൊ പത്രയുടെ കാര്യം, ജോസ് കെ മാണിയോട് ശബരിമല തന്ത്രിയുടെ കാര്യം, ഈ ജാഥയിലുടനീളം പത്രസമ്മേളനം നടത്താം രാവിലെ. അപ്പൊ പ്രശ്നം എന്താ? ശബരിമല വിഷയം അത് നിയമത്തിന്റെ വഴിക്ക് പോകും എന്നുള്ള റുട്ടീൻ അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ജോസ് കെ മാണി തെക്കോട്ട് വിട്ടില്ല, അല്ലെങ്കിൽ മധ്യമേഖലയല്ലേ ജോസ് കെ മാണിക്ക് കൊടുക്കണ്ടേ? അതെ, അങ്ങനെ കൊടുക്കും. തൃശ്ശൂര്, എറണാകുളം, ഇടുക്കി ഒക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാലോ വേക്ക്. എന്തേ മധ്യമേഖലയ്ക്ക് കൊടുക്കാഞ്ഞ്? മധ്യമേഖല കൊടുക്കാനുള്ള കുറെ കൂടി കറക്റ്റ്. തിരുവനന്തപുരം വടക്കൻ മേഖല AK ബാലന് കൊടുക്കാതിരുന്നത് മോശമായി. അത് മോശമായി. വടക്കൻ മേഖല AK ബാലന് കൊടുക്കല്ല, അതില്ല. ഇതിന്റെ എല്ലാത്തിന്റെയും മിക്കവാറും ഉദ്ഘാടനവും സമാപനത്തിലും പിണറായി ഉണ്ടാവും. AK ബാലന് ഇപ്പൊ ആവശ്യമില്ല. AK ബാലന് ആവശ്യമില്ല. ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്, അത് ചോദിച്ചോട്ടെ. അതായത് ഈ JB കോശി വിഷയം പറഞ്ഞിട്ട് ജോസ് കെ മാണിക്ക് മുന്നണി വിടാൻ പറ്റില്ലേ? അല്ല, JB കോശി പറഞ്ഞിട്ട് വിടാൻ പറ്റും. പക്ഷെ വിട്ടാൽ ഇപ്പൊ അയാൾക്ക് അതിനുള്ള ക്രെഡിബിലിറ്റി ഇല്ല. അയാളാർക്കും വേണ്ട. അയാൾക്ക് പിന്നെ അയാളെ UDF വരാൻ ജോസഫ് സമ്മതിച്ചാൽ പോലും ഇയാൾ UDF വരണ്ടെന്നാണ് UDFന്റെ പൊതുവികാരം. ജോസഫ് സമ്മതിക്കും. ഞാൻ പറയട്ടെ, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് ആകെ അവർക്ക് കുറച്ച് സീറ്റേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 2 സ്ഥാനാർത്ഥി ഇപ്പൊ വേണം. തൊടുപുഴയിൽ ജോസഫിന് തന്നെ നിൽക്കണം. ജോസഫിന്റെ മോൻ അപ്പു ജോസഫിന് കോതമംഗലത്ത് നിൽക്കണം. ഈ 2 സീറ്റും വകവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജോസ് മാണി ചിലപ്പോൾ അവർ സമ്മതിക്കും. അല്ല, ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, അതൊക്കെ അതിന്റെ ഇന്റേണൽ കാര്യം. ജോസ് കെ മാണി ലീഡറായിട്ടുള്ള യാത്ര ദക്ഷിണ മേഖല യാത്രയിൽ ഞാൻ കണക്കാക്കുന്നത് JB കോശി വരാതിരിക്കാനും, JB കോശി ഇയാളിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയും JB കോശി റിപ്പോർട്ട് നടപ്പാക്കിയെന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ ഏതൊക്കെയാണ് നടപ്പാക്കിയ ചേട്ടാ എന്ന് പത്രക്കാർ ചോദിച്ചാൽ അതിൻ്റെ നിങ്ങളുടെ വിജ്ഞാപനമുണ്ടോ, നിങ്ങളുടെ നിയമസഭയിൽ രേഖയുണ്ടോ, ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടോ, RTA വെച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഒരാൾ വിവരാവകാശം കൊടുക്കേണ്ടതാണ്. JB കോശി റിപ്പോർട്ടിൽ ഏതൊക്കെ കേസുകൾ നടപ്പാക്കി എന്ന് പറഞ്ഞിട്ട് പബ്ലിക് ഇതിന് അഡ്മിനിസ്ട്രേഷന് വിവരാവകാശം കൊടുത്താൽ മതി. നമ്മുടെ മാധ്യമപ്രവർത്തകർ അവരുടെ പണി ചെയ്യണം കൃത്യമായിട്ട്. അത് ചെയ്താൽ ഏതൊക്കെ JB കോശിയുടെ ഏതൊക്കെ റിപ്പോർട്ട് ഏതൊക്കെ നടപ്പാക്കി, ഏതൊക്കെ നടപ്പാക്കിയില്ല എന്ന് ചർച്ച വരട്ടെ. JB കോശി ചർച്ച വന്നാൽ ഇപ്പോഴുള്ള വോട്ടും കൂടി പോകും. അതാണ് പ്രശ്നം. അപ്പൊ പക്ഷെ സിയാർ പറഞ്ഞു വരുന്നത് ഇത് വിനാശകാല വിപരീത ബുദ്ധി, വർഗീയ ബുദ്ധി കറക്റ്റാണ്. അല്ല, അങ്ങനെ തന്നെ ഞാൻ അതിനെ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് തിരിച്ചടിക്കാനാണ് സാധ്യത. ജമാഅത്തെ ഇസ്ലാമി പോലെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ് ഹിന്ദു വോട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ ചിലപ്പോഴുള്ള ഹിന്ദു വോട്ട് കൂടി പോകും. അതിന്റെ ഒരു സാധ്യതയുണ്ട്. JB കോശിയെ UDF ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആലോചിക്കാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കോശി വന്ന് പിണറായി വിജയന്റെ കരണത്തടിക്കും എന്ന് അങ്ങനെ വേണം. പിണറായിക്ക് ഒരു നെഗറ്റീവ് കിട്ടാനേ കോശിയുടെ പരാമർശം സഹായിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു സിംഹത്തെ ഇപ്പോൾ ബാലൻ മാറാട് ഉണർത്തിയ പോലെ വീണ്ടും ഉണർത്തുകയാണെങ്കിൽ അത് ദോഷമേ ചെയ്യൂ. അതവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെയായിരുന്നു എന്ന് പറയുമായിരിക്കും ഒരുപക്ഷെ LDF യോഗത്തിൽ ബാക്കിയുള്ളവർ പിണറായിയോട് പറയാനുള്ളത്. അതെ, തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.